ഹലോ, എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ കേട്ടോ. ഒന്ന് ശിവരാത്രി വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ ശിവപാർവതി ക്ഷേത്രമാണ് കേട്ടോ അത്. അവിടേക്ക് തൊഴുതാനായിട്ട് ഞാനും അൻവിയും പിങ്കും കൂടെയാണ് രാവിലെ ഒരു 8:30 9 മണിയാകുമ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. എന്തായാലും ഉച്ച വരെ ഉണ്ട് ഇന്ന് അമ്പലം. അപ്പോൾ പോയി നോക്കുമ്പോൾ ഉണ്ട്, ഇഷ്ടം പോലെ വരിയുണ്ട്. അപ്പോൾ എനിക്ക് പിങ്കുവിന് എൻ്റെ പുറകിലും ഉണ്ട് കേട്ടോ. പിങ്കുവിനെയും കൊണ്ട് വെയിലുണ്ട്, പക്ഷെ തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. കാരണം ചുറ്റിലും വയലുകളാണ്, കാണുമ്പോൾ തന്നെ അറിയുന്നില്ല നല്ലത്. എങ്ങനോ ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട് ശരി നടയുടെ ഫ്രണ്ട് പോയി തൊഴുതിയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചാൽ എങ്ങനോ എന്നെ അവിടെ അകത്തേക്ക് ഭഗവാൻ കൊണ്ടുപോയെന്നൊരു ഇത്. പിന്നെ ഞാൻ അവിടെ ശ്രീകോവിലിനടയിൽ പോയി തൊഴുതിട്ടൊക്കെ ഇറങ്ങിയത് കേട്ടോ. വരി നിൽക്കാതെ തന്നെ ഞാൻ അകത്ത് പോയി, ഞാനും കുട്ടികളും. അപ്പം എനിക്കതൊരു എന്തോ ഒരു പോസിറ്റീവ്. അപ്പോൾ അവിടെ നിന്ന് തൊഴുതു മടങ്ങി താഴേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഇതാ അമ്പലക്കുളം. ഇഷ്ടം പോലെ താമര ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല കേട്ടോ, മുന്നേ അവിടെയൊക്കെ നന്നായിട്ട് ഇഷ്ടം പോലെ താമര പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി വൈബായിരുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. ആ കുളത്തിലൊക്കെ ഇറങ്ങി കാലും കൈയും കഴുകണ്ട. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല, വഴുക്കലുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. ഞാൻ അവിടുന്ന് പായസം തന്നു കേട്ടോ. അപ്പോൾ അൻവി കുടിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയണേ. ഇനി ഇവിടെ ഇറങ്ങി എന്തോ എനിക്കറിയില്ല, പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് ഒരു വയസ്സായ അമ്മമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു കാലും കൈയൊക്കെ കഴുകി കാലും കൈ വേദനയൊക്കെ മാറുമെന്നൊക്കെ അവർ പറയുന്നു കേട്ടോ. എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ തിരിച്ച് വരുമ്പോൾ നമ്മൾ ആ വരി നിന്ന സൈഡ് തന്നെ ഒരു കനാലാണ് കേട്ടോ. ആ കനാലിന് മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന എന്താ പറയുക, വെള്ളം വീഴുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത്. അപ്പോൾ നല്ല സൗണ്ടാണ് അവിടെ. പിന്നെ ഇവിടെ ഈ കനാലിൽ നിന്ന് തന്നെയാണ് വയലുകൾക്കൊക്കെ വെള്ളം പോകുന്നത്. അപ്പോൾ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ചെറുതായിട്ട് തോന്നി. അടിപൊളിയായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കാറ്റൊക്കെ അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് മടങ്ങി. പക്ഷെ ഞങ്ങൾ ഇപ്പം ഞാൻ പോകുമ്പോൾ നിന്ന വരീനേക്കാൾ അതിനേക്കാളും തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ.